Next, we are going to look into the topic combinations. Combinations എന്ന് പറഞ്ഞാൽ എന്താണ്? It's a selection of R objects from n distinct object and it is denoted by NCR. Unordered സെറ്റിൽ നിന്നായിരിക്കും നമ്മളുടെ ഈ ഒരു സെലക്ഷൻ വരുന്നത്. നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ കേസിൽ പറഞ്ഞപ്പം ഇറ്റ് വാസ് അറേഞ്ച്മെൻറ്റ്, വെയർസ് ഇൻ കേസ് ഓഫ് കോമ്പിനേഷൻ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഓഫ് സെലക്ഷൻ. സോ നമ്മളുടെ കോമ്പിനേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NCR ആണ്, വിച്ച് ഗിവ്സ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആൻഡ് ആർ ഫാക്ടോറിയൽ. നമ്മൾ പെർമ്യൂട്ടേഷനെയും കോമ്പിനേഷനെയും കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു ആർ ഫാക്ടോറിയലിൻ്റെ ഡിഫറൻസ് ആണ് രണ്ടുപേര് തമ്മിലുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ഒരു റീസണും കൂടെ ഉണ്ട്. നിങ്ങൾ അറിയാണ്ട് കോമ്പിനേഷൻ അങ്ങനെ പെർമ്യൂട്ടേഷൻ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തു എന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ വേരിയേഷൻ വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിത് ചൂസ് ചെയ്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കോമ്പിനേഷൻ പറയുമ്പോഴത്തേനും കോമ്പിനേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റാണ് കോമ്പിനേഷൻ വിത്ത് റെപ്പറ്റേഷൻ. അതായത് റെപ്പറ്റേഷൻ്റെ കേസസിൽ ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഫോർമുല ദാറ്റ് വിൽ ബി യൂസിങ് ആൻഡ് ഓൾസോ ദീസ് ഫോർമുലാസ് ആർ സംതിങ് ദാറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ സോൾവിങ് ആർ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ്. റെപ്പറ്റേഷൻ്റെ കേസ് വരുമ്പോഴത്തേനും റെപ്പറ്റേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റഗ്രൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇൻറ്റീജർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാണും. സോ അതും നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ്റെ തന്നെ വേറൊരു പകർപ്പാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യമേ കോമ്പിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. In how many ways are there in which we can pick 5 players അല്ലെങ്കിൽ 5 persons for a basketball team from the 12 possible players? അതായത് നമുക്ക് പിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്, which means we need to select. Selection വരുമ്പോഴത്തേനും which is that we are going to use? We are going to use combinations. So that is the first part. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി പിക്ക് 5 പീപ്പിൾ ഫ്രം എ പോസിബിലിറ്റി ഓഫ് 12? അപ്പം 12 എണ്ണത്തിൽ നിന്ന് എനിക്ക് 5 പേരെ പിക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി എഴുതുന്നത്. അതായത് ഔട്ട് ഓഫ് മൈ ടോട്ടൽ n ഐ ആം ഗോയിങ് ടു സെലക്ട് R of them, right? So how am I going to write it? I am going to write it as 12C5. That's nothing but 12 factorial divided by 12 minus 5, 7 factorial, 5 factorial, 792. Final answers നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കണേ. Next, my second part. How many selections including the weakest and strongest players? നമുക്ക് 12 പ്ലെയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. വീക്കസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ കാണത്തുള്ളൂ. സോ 1 player is the weakest, 1 player is the strongest, ആൻഡ് റെസ്റ്റ് 10 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മീഡിയോക്കർ ലെവലുള്ളവരാണെന്ന് വിചാരിക്കുക. എനിക്ക് ഫസ്റ്റ് ഒരു വീക്കസ്റ്റ് പ്ലെയറിനെ എനിക്ക് ചൂസ് ചെയ്യണം, സ്ട്രോങ്ങസ്റ്റ് പ്ലെയറിനെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം, ആൻഡ് ഔട്ട് ഓഫ് മൈ 10 ഐ നീഡ് ടു സെലക്ട് ദ നെക്സ്റ്റ് 3. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 5 പ്ലെയേഴ്സിനെയാണ് ടോട്ടലി സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഒരാൾ വീക്കാണ്, ഒരാൾ സ്ട്രോങ് ആണ്. ബാക്കി എത്രയുണ്ട്? എനിക്ക് 3 പ്ലെയേഴ്സിനെയാണ് എനിക്ക് 10ൻ്റെ കോമ്പിനേഷനിൽ നിന്ന് എടുക്കേണ്ടത്. സോ ഐ ഹാവ് ടു റൈറ്റ് എസ് 10C3. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു സെലക്ട് എ വീക്ക് പ്ലെയർ ആൻഡ് സ്ട്രോങ് പ്ലെയർ ആൻഡ് അനദർ 3 players. റൈറ്റ്? സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 120. വളരെ ഈസിയാണ് കോമ്പിനേഷൻസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ എഴുതുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. A PE teacher needs 4 volleyball teams, that is A, B, C and D, each comprising of 9 girls, and our total is 36 girls in the class. How many ways can she make the team? So let us take our first team, Team A. ടീം എയിൽ 9 പെൺകുട്ടികളെ പാടൂ. എത്ര പെൺകുട്ടികളിൽ നിന്ന്? 36 പെൺകുട്ടികളിൽ നിന്ന്. സോ മൈ n is equal to 36 and my R is equal to 9. So I can select the girls from team A in such a way that 36C9. That is will be getting another answer. So this is my first part, right? ഇനി അടുത്ത എൻ്റെ ടീം ബി. ഓക്കെ, എൻ്റെ ടീം എയുടെ സെലക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ടീം ബിയുടെ സെലക്ഷൻ എന്നാണ് ചെയ്യേണ്ടത്? ഓൾറെഡി എൻ്റെ 36 നിന്ന് എനിക്ക് 9 പിള്ളേർ പോയി. ടീം എയിലെ 9 പിള്ളേരാണ് ഇവർ. എനിക്ക് ഈ ബാക്കി വന്ന പിള്ളേരിൽ നിന്ന് അടുത്ത 9 പേരെ സെലക്ട് ചെയ്യണം ടീം ബിയിലോട്ട്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 36 minus 9 is 27. 27C9. That is my second way.
അടുത്തത് ടീം സിക്ക് എനിക്ക് സെലക്ട് ചെയ്യണം. n is equal to 27 minus 9. ഈ 27 minus 9 എന്ന് പറയുമ്പം ടീം ബിയുടെ മൈനസ് ചെയ്ത്, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ടീം എനെ മൈനസ് ചെയ്തിട്ടുള്ളതാണ്, ടീം ബിനെ മൈനസ് ചെയ്ത് r is equal to 9, which means that for my team C, I can select it in 18C9 ways. That's nothing but the third thing. അടുത്തത് ലാസ്റ്റ് എന്താണ്, എൻ്റെ ടീം ഡി ആണ്. ഈ 36 പേര് എ പോയി, 9 പേര് ബി പോയി, 9 പേര് സി പോയി. ബാക്കിയുള്ള 9 പേരിൽ നിന്നല്ല എനിക്ക് 9 പേരെ ചൂസ് ചെയ്യാൻ പറ്റൂ. 9C9. ഇങ്ങനെയാണ് എൻ്റെ പി ഇ ടീച്ചർ 4 വോളിബോൾ ടീംസ് ഉണ്ടാക്കുന്നത്. എ ബി സി ആൻഡ് ഡി, ഈച്ച് ഓഫ് 9 ഗേൾസ് ആൻഡ് ഓഫ് 36 ഗേൾസ്. സോ ഇനി ഇപ്പോൾ ഇത്രയും നമുക്കിത് 4 സെപ്പറേറ്റ് വേസ് ആയിട്ട് പോസിബിൾ ആണ് അല്ലേ. Therefore, the total number of ways that can be possible is nothing but 36C9 into 27C9 into 18C9 into 9C9. ഇനി നിങ്ങൾക്കിപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്തത്, എനിക്ക് സം യൂസ് ചെയ്താൽ പോരെ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ടീം എ അല്ലെങ്കിൽ ടീം ബി അല്ലെങ്കിൽ ടീം സി അല്ലെങ്കിൽ ടീം ഡി അല്ല ഫോം ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് ഫോം ചെയ്യേണ്ടത്, നമുക്ക് ടീം എയും ബിയും സിയും ഡിയും എല്ലാം ഫോം ചെയ്യണം. സോ ഇവിടുത്തെ വരുന്ന ഓപ്പറേഷൻ ആൻഡ് ആണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഏൺ കണ്ടെയ്ൻസ് 15 balls. So my n is nothing but 15 balls, out of which 8 are red and 7 are black. In how many ways can 5 balls? That means എൻ്റെ 5 ബോളാണ്, 5 ബോൾസിനെയാണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത്. സച്ച് ദാറ്റ് ഓൾ ദ 5 ആർ റെഡ്. അതായത് എന്ന് പറയുമ്പോൾ ടോട്ടൽ n ആണ്. ഓക്കെ, എൻ്റെ n r എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് r is 8, നമ്പർ ഓഫ് b is 7 and r is 5. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓൾ 5 ആർ റെഡ്. അതായത് എൻ്റെ 8 റെഡ് ബോളിൽ നിന്ന് എനിക്ക് 5 റെഡ് ബോളിന് എടുക്കണം. അതെങ്ങനെയാണ് ഞാൻ എഴുതുന്നത്, 8 റെഡ് ബോളിൽ നിന്ന് 5 റെഡ് ബോളിന് ഞാൻ എടുക്കണം. സോ അതിങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് നത്തിങ് ബട്ട് 56. അടുത്തത് ഓൾ ആർ ബ്ലാക്ക്. എനിക്ക് എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്, ടോട്ടൽ 7 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ആ 7 ബ്ലാക്ക് ബോൾസിൽ നിന്ന് എനിക്ക് 5 ബോൾസിനെ സെലക്ട് ചെയ്യണം. ദാറ്റ്സ് നത്തിങ് ബട്ട് 21 ആണെന്ന് തോന്നുന്നു. തേർഡ് വൺ, 2 റെഡ് ആൻഡ് 3 ബ്ലാക്ക്. അതായത് എൻ്റെ 8 റെഡ് ബോളിൽ നിന്ന് എനിക്ക് 2 എണ്ണം റെഡ് എടുക്കണം. 8 റെഡ് ബോളിൽ നിന്ന് എനിക്ക് 2 എണ്ണം റെഡും ആൻഡ് മീൻസ് ഇത് 7 ബ്ലാക്ക് ബോളിൽ നിന്ന് 3 എണ്ണം ബ്ലാക്കും എനിക്ക് എടുക്കണം. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് 980. റൈറ്റ്. ഇനി ഫോർത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ബ്ലാക്ക് ആൻഡ് 2 റെഡ്. അതായത് എനിക്ക് 7 ബ്ലാക്കിൽ നിന്ന് 3 ബ്ലാക്ക് ബോൾസും 8 റെഡിൽ നിന്ന് 2 റെഡ് ബോൾസും എനിക്ക് എടുക്കണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1176. ഫൈനൽ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, ഇറ്റ്സ് ജസ്റ്റ് ദ മെത്തേഡ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് പ്ലസ് ഇത് വിൽ ബി നത്തിങ് ബട്ട് അവർ ആർ. 2 + 3 എന്ന് പറയുന്നത് നമ്മുടെ 6 ആയിരിക്കും. ബിക്കോസ് ടോട്ടലി നമുക്ക് 5 ബോൾസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിടി കിട്ടിയോ? സോ അങ്ങനെയാണ് നമ്മളൊരു കോമ്പിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. നമ്മുടെ കോമ്പിനേഷൻ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ അടുത്ത് കൊടുത്തേക്കുന്നത്. എ കമ്മിറ്റി ഓഫ് 8 is to be formed from 16 men and 10 women. If there are no restrictions, what will be my the combination that is possible, or how the selection can be made. If there are 4 men and 4 women, that is a must. അതായത് ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷനാണ് നമ്മുടെ കമ്മിറ്റിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് വിമൻ ആണെന്നുണ്ടെങ്കിൽ, മോർ നമ്പർ ഓഫ് വിമൻ ദാൻ മെൻ ആണെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 6 men ആണെന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് എത്ര പേര് സെലക്ട് ചെയ്യണം, 8 പേര് നമുക്ക് സെലക്ട് ചെയ്യണം. വിച്ച് മീൻസ് മൈ r is equal to 8. It can be formed from 16 men. So the number of men is nothing but 16 and the number of women is nothing but 10. If there are no restrictions, ഒരു restriction ഇല്ല, എനിക്ക് എത്ര നമ്പർ ഓഫ് മെന്നിനെയും വിമനെയും ഇതിനകത്തോട്ട് എടുക്കാം എന്നുണ്ടെങ്കിൽ, what can I do? My total number is nothing but
26. അപ്പോൾ ഈ 26 പേരിൽ നിന്ന് എനിക്ക് 8 പേരെ എങ്ങനെ വേണോ എനിക്ക് എടുക്കാം. അതിലേക്ക് യാതൊരു റിസ്ട്രെയിനുമില്ല. അതാണ് നോ റിസ്ട്രിക്ഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആണാണോ പെണ്ണാണോ എത്ര പേര് വേണം അങ്ങനെയൊന്നും നമുക്കില്ല. സെക്കൻഡ് കേസ്, there must be 4 men and 4 women. അതായത് എനിക്ക് 8 പേരാണ് ടോട്ടൽ വേണ്ടത്. ഈ 8 പേരിൽ നിന്ന് എനിക്ക് 4 പേര് മെന്നും 4 പേര് വിമനും ആയിരിക്കണമെന്ന് കമ്പൽസറിയാണ്. അതായത് എനിക്ക് 4 പേര് മെന്നിൽ നിന്ന് വേണം. അതായത് 16 ആണുങ്ങളിൽ നിന്ന് എനിക്ക് 4 പേര് വേണം. ആൻഡ് 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 4 പേര് വേണം. ഓക്കെ, അപ്പം അതിന് നിങ്ങൾ സോൾവ് ചെയ്ത് അടുത്ത് എഴുതിക്കോണം. സോ ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ എഴുതുന്നത്. മൂന്നാമത്തെ ഇത് ഈവൻ നമ്പർ ഓഫ് വിമൻ. സോ ഈവൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിവിടെ എടുക്കുന്നത് ഏതൊക്കെയാണ്? വി കൻ ടേക്ക് 2, 0 നമ്മൾ കൂട്ടത്തില്ല, 4, 6 ആൻഡ് 8. എന്തുകൊണ്ടാണ് 8 വരെ നമ്മൾ നിർത്തിയത്? ബിക്കോസ് ദ ടോട്ടൽ നമ്പർ ദാറ്റ് വി കൻ ടേക്ക് ഇസ് 8, റൈറ്റ്? അപ്പോൾ 8 വരെ. എനിക്കെൻ്റെ 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 2 പേരെ സെലക്ട് ചെയ്യാം. 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 4 പേരെ സെലക്ട് ചെയ്യാം. 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 6 പേരെ സെലക്ട് ചെയ്യാം. 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 8 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര ആണുങ്ങൾ വരും? ഹൗ മെനി മെൻ വിൽ ബി ദർ? 16C. നമുക്ക് എത്രയാണ് ടോട്ടൽ വേണ്ടത്? നമുക്ക് 8 ആണ് ടോട്ടൽ വേണ്ടത്. 8ൽ 2 പേര് ഓൾറെഡി സ്ത്രീകളായി. സോ ഹൗ മെനി ആർ റിമൈനിങ്? 6 ആർ റിമൈനിങ്. സോ 6 വിൽ ബി ടേക്കൻ ഫ്രം മെൻ, റൈറ്റ്? 16C. ഇനി അടുത്ത കേസ് നോക്കാം. 4 സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പുരുഷന്മാരായിരിക്കും? 8 - 4, അതായത് 8 പേരാണല്ലോ ടോട്ടൽ എടുക്കേണ്ടത്. ദാറ്റ്സ് നത്തിങ് ബട്ട് 4. ഇനി 6 സ്ത്രീകളായി കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും? 2 പുരുഷന്മാരായിരിക്കും. 8 സ്ത്രീകളായി കഴിഞ്ഞാലോ എനിക്ക് പുരുഷന്മാരെ കാണത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ്. ദീസ് ആർ ഓൾ മൈ വേരിയസ് കോമ്പിനേഷൻസ് ദാറ്റ് ആർ പോസിബിൾ. സോ ഇതിനെ എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് വി ആർ ആഡിങ് ഇറ്റ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഐദർ ദിസ് വേ or this way or this way or this way the selection can be made. So hence we will write it as 10C2 into 16C6 plus 10C4 into 16C4 plus 10C6 into 16C2 plus 10C8 into 16C0. അങ്ങനെ നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. What is my fourth question? More women than men. അതായത് എനിക്ക് ഒന്നൊന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 8 പേരെ എടുക്കാം. എനിക്ക് ആണുങ്ങളെ ഒരാളെ പോലും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മോർ വിമൻ ആൻഡ് ലെസ് മെൻ ആണ്, അല്ലേ? അടുത്തത് എനിക്ക് 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 7 പേരെ എടുക്കാം. എനിക്ക് 16, 1 എനിക്കിതിങ്ങനെ എടുത്താൽ മതി. അപ്പം മോർ വിമൻ ലെസ് മെൻ. സോറി, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇത് പ്ലസ് ആണ്. ബിക്കോസ് ഓർ 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 6 പേരെ എടുക്കാം. എനിക്ക് 16 പുരുഷന്മാരിൽ നിന്ന് 2 പേരെ എടുത്താൽ മതി. ഇഗൈൻ മോർ ആൻഡ് ലെസ്. 10 സ്ത്രീകളിൽ നിന്ന് എനിക്ക് 5 പേരെ എടുക്കാം. 16, 3 പോസിബിൾ ആണ്, അല്ലേ? 10C4 into 16C4 ഇത് പോസിബിൾ ആണോ? അല്ല. ബിക്കോസ് വാട്ട് മൈ ക്വസ്റ്റ്യൻ സേസ് മോർ വിമൻ ആൻഡ് ലെസ് മെൻ, അല്ലേ? അതിൻ്റെ അർത്ഥം ഈക്വൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്നാണോ? അല്ല, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് മീൻസ് ദിസ് വിൽ ബി അവർ ഫൈനൽ ആൻസർ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഫിഫ്ത്ത് പാർട്ട്. അറ്റ് ലീസ്റ്റ് 6 men. അറ്റ് ലീസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് 6 men ആവാം, 7 men ആവാം, 8 men ആവും. സിൻസ് 8 ഇസ് മൈ ടോട്ടൽ നമ്പർ. അപ്പോൾ ഇതിനെങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? C16, 16C7, 16C8 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ത്രീകൾ എത്ര പേര് വരും? ഇവിടെ 6 ഓൾറെഡി പുരുഷന്മാരെടുത്തു, 2 പേരെ ഇനി ബാക്കിയുള്ളൂ. 7 പുരുഷന്മാരുള്ളപ്പോൾ എത്ര സ്ത്രീകളാണ് വരുന്നത്? ഒരാൾ. 8 പുരുഷന്മാരുള്ളപ്പോഴോ ആരും കാണത്തില്ല. സോ ദീസ് ക്യാൻ ബി ടേക്കൺ ഇൻ ഐദർ ഓഫ് ദീസ്. ഒന്നെങ്കിൽ ഈ വേ എടുക്കാം, അല്ലെങ്കിൽ ഈ വേ എടുക്കാം, അല്ലെങ്കിൽ ഈ വേ എടുക്കാം. സോ മൈ ഫൈനൽ ആൻസർ വിൽ ബി 16C6 into 10C2 പ്ലസ് 16C7 into 10C1 പ്ലസ് 16C8 into 10C0. അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താണെങ്കിലും ചെയ്ത് നോക്കാനായിട്ട് ശരിക്കും ശ്രദ്ധിക്കുക.